ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് KKR, ബ്ലാക്ക് സ്റ്റോൺ, വാൻഗാർഡ്, മെഡിക്കൽ ഇൻഷുറൻസ്, പോളിസി ബസാർ എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ലൂപ്പ് എന്താണെന്നുള്ളതിന് ഞാൻ ഫസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുമൊക്കെ ICUയിൽ എപ്പോഴെങ്കിലും ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഒരാളുടെയും. ദിസ് ഈസ് നത്തിങ് പേഴ്സണൽ ടു ഡു വിത്ത് എനി തിങ് ഓർ എനി സ്റ്റഫ്. ഓക്കെ, അപ്പം ആരെങ്കിലും ഹോസ്പിറ്റലൊക്കെ കിടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഹോസ്പിറ്റലല്ല ICUയിൽ സ്പെഷ്യലി പറയാൻ കാരണം ICUയിൽ. അപ്പോൾ അവിടുന്ന് ഒരു സിസ്റ്റർ പുറത്ത് വന്നിട്ടിരിക്കും, നിങ്ങളുടെ കൂടെയുള്ള ആരാണ്. ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ആരെങ്കിലും എന്നോട് ചോദിക്കും, നിങ്ങൾ ഇന്ന മരുന്ന് അവിടുന്ന് വാങ്ങണം, അല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദ റിസപ്ഷൻ ആൻഡ് പേ സം എമൗണ്ട്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ പോകും, അവർ പറയും ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് പേ ചെയ്യണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു സൈനിങ് അതോറിറ്റി കൊടുക്കാൻ പറയും, ആരാണോ ബിൽ പേ ചെയ്യാൻ പോകുന്നത് അവരെടുത്ത്. ചുരുക്കി പറഞ്ഞാൽ അവർ പറയുന്നത് ഉള്ളിലുള്ള ആൾക്ക്, ICUയിലുള്ള പേഷ്യൻസിന്, ബോധമില്ലാത്ത ആ പേഷ്യൻറ്റിന് സോ ആൻഡ് സോ മരുന്ന് വേണം. ഓക്കെ, പ്രത്യേകിച്ച് പറയുകയാണ് സോ ആൻഡ് സോ മരുന്ന്. അപ്പോൾ ആ മരുന്നിന് ഇത്രയാണ് ചാർജ്, നമ്മളത് പേ ചെയ്യുന്നു, അവർ ആ മരുന്ന് കൊടുക്കുന്നു. ചിലപ്പോൾ രോഗി അന്ന് സുഖമാവുന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് സുഖമാവുന്നു, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് സുഖമാവുന്നു, വാട്ട്സോ എവർ. അപ്പോൾ എമർജൻസി ആയിട്ട് കൊടുത്ത ആ മരുന്നിൻ്റെ ചാർജ് ഒരു 3000 അല്ലെങ്കിൽ 2000, 4000, 5000 പല ചാർജുകളുണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ചാർജുകളൊന്നും വിഷയമല്ല അല്ലേ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അസുഖം ഭേദമാകുക അല്ലെങ്കിൽ അന്നേരമുള്ള സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും 99.9% ആൾക്കാർക്ക്. 1% ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നുള്ളൂ. എന്താണത്, വാട്ട് വാസ് ദാറ്റ്, എന്ത് മരുന്നാണ് നിങ്ങൾ കൊടുത്തത്, ആ മരുന്ന് എത്ര ക്വാണ്ടിറ്റി കൊടുത്തു, അത് നമ്മുടെ ആ ഫ്രണ്ടിൽ അല്ലെങ്കിൽ റിലേറ്റീവിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു, വാസ് ഇറ്റ് ദ അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻ യു ഹാവ് ടു ഡു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണമെങ്കിൽ ആ ചോദിക്കേണ്ട ആൾക്കും അതിനെപ്പറ്റി വിവരം ഉണ്ടാവണം. അധികം ആൾക്കാരും അതിന് വേണ്ടി നിൽക്കാറില്ല ആ ഒരു സിറ്റുവേഷനിൽ. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, എല്ലാവരെയും പറയുന്നില്ല, പ്രൈവറ്റ് ഫേംസിൽ 50-50 എടുക്കാം നമുക്ക്. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അപ്പോൾ 50-50 കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 50-50 കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അധിക ആളുകളിലും ഒന്നിക്കൽ ആ മരുന്നിൻ്റെ ചെറിയൊരു ക്വാണ്ടിറ്റി ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ മരുന്നേ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ. ഐ എം നോട്ട് ബ്ലെയിമിങ് എവ്രി വൺ, പക്ഷേ ഇങ്ങനെ സിസ്റ്റം നടക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് നമ്മൾ ആ മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നു. മരുന്ന് ഇവർ ഫാർമസിയിൽ നിന്ന് എടുക്കുന്നോ ഇല്ലയോ നമുക്കറിയില്ല, മരുന്ന് എനിഹാവും, നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. അത് ആ മരുന്ന് ICUയിലേക്ക് പോകുന്നു, ICUയിൽ നിന്ന് ആ മരുന്ന് അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ട് വീണ്ടും ഫാർമസിയിലേക്ക് പോകുന്നു. സോ ദാറ്റ്സ് എ ലൂപ്പ്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, ICUയിൽ അഡ്മിറ്റ് ആകുന്നു, ഇയാൾക്ക് ഇന്ന മരുന്ന് വേണം, അവിടെ ഏറ്റവും വലിയ മരുന്നാണ്, സോ ആൻഡ് സോ എമൗണ്ട് വാട്ടവർ. ആ പൈസക്ക് ആ രോഗിയുടെ ബന്ധുക്കളോ ആൾക്കാരോ വന്നിട്ട് ആ പൈസ അവിടെ പേ ചെയ്യുന്നു. ആ മരുന്ന് ICUയിലേക്ക് പോകുന്നു, അത് ചിലപ്പോൾ അയാൾക്ക് ഉപയോഗിക്കാതെ ഇരിക്കാം, തിരിച്ച് വീണ്ടും ഫാർമസിയിലേക്ക് പോകുന്നു. ദെൻ ഇറ്റ് കം. ഈ ലൂപ്പ് റൊട്ടേഷൻ, ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു മെഡിക്കൽ ലൂപ്പ് അല്ലെങ്കിൽ ഫാർമസി മാഫിയ മെഡിക്കൽ ലൂപ്പ് എന്നൊക്കെ സിമ്പിളായിട്ട് വിശേഷിപ്പിക്കാം. ഇങ്ങനെ സംഭവം ഉണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പ്രശ്നമായതും ചില ആൾക്ക് ഈ മരുന്നേ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് റിയാക്ട് ആവുന്നത് കൊണ്ട് മുമ്പ് യൂസ് ചെയ്യാതിരുന്ന ഇന്ന മരുന്ന് ഉപയോഗിച്ചിട്ട് അയാൾ രക്ഷപ്പെട്ട് വന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ രോഗിയുടെ മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് പോയിട്ട് സോ ആൻഡ് സോ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഈ മരുന്ന് ഇത് റിയാക്ട് ആണല്ലോ അതുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ലല്ലോ, പിന്നെ നിങ്ങൾ ഹൗ യു ഡിഡ് ദിസ് ടു, ഇങ്ങനെ കൊടുത്തിട്ട് എങ്ങനെ സുഖമായി എന്നുള്ള ക്വസ്റ്റ്യൻ വരികയും അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് പല സ്ഥലത്തും പ്രൂവ് ആയിട്ടുള്ള സംഭവമാണ് ഞാനീ പറഞ്ഞ മെഡിക്കൽ ഫാർമസി ലൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു ചെറിയൊരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അവർ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാൻ വേണ്ടി നടത്തുന്ന ചെറിയൊരു തട്ടിപ്പാണ് ഇതിനെ പറയാം. ഇതിൻ്റെ ഒരു വലിയ പിക്ചർ ചിന്തിച്ച് നോക്ക്. ഞാനിപ്പോൾ പറഞ്ഞത് ഇത്തിരി ഇപ്പോൾ ചെറിയൊരു സാധനം, ഇതിൻ്റെ വലിയൊരു പിക്ചർ യു ക്യാൻ ഇമാജിൻ യുവർ ബ്രെയിൻസ്. ചിന്തിക്കുക. അതിനുള്ള സ്കെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആൾക്ക് ഒരു മരുന്നുണ്ടാക്കുന്ന കമ്പനിക്ക്, എക്സാമ്പിൾ XYZ, ഓക്കെ, സിപ്ല അല്ലെങ്കിൽ റാൻബാക്സി, എന്തെങ്കിലും ഒരു മരുന്ന് കമ്പനിക്ക്, ഈ മരുന്ന് കമ്പനിക്ക് ഇന്ന മരുന്ന് കൂടുതൽ വിൽക്കണം. അപ്പോൾ പണ്ടൊക്കെ ചെയ്തിരുന്ന എന്താണ്, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ടീം ഓഫ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഏൽപ്പിക്കും. എന്നിട്ട് അവരെ പല സ്ഥലങ്ങളിലായിട്ട് അയക്കും അല്ലേ. അപ്പോൾ അത് പല ഡോക്ടേഴ്സിനെ അവർ ക്യാൻവാസ് ചെയ്യും. ചിലയാൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കും, ചിലയാൾക്ക് കാറ് കൊടുക്കും, ചിലയാൾക്ക് വീട് കൊടുക്കും, ചിലയാൾക്ക് കാറും വീടും എല്ലാം കൊടുത്തിട്ട് മരുന്നുകൾ ഉള്ളതിനും ഇല്ലാത്തതിനൊക്കെ ആ മരുന്ന് കൂടുതൽ എഴുതിയിട്ട്
കൊടുത്തിരുന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ദാറ്റ് വാസ് ഓക്കെ, ഫെയർ ഇനഫ്. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ചാൽ മതി, ഡോക്ടർ വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാടാൻ എനിക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാം. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനീ പറഞ്ഞതിൻ്റെ സംഭവത്തിലേക്ക് വരാം, ടോപ്പിക് ഓഫ് ഇതിലേക്ക് വരാം. അതായത് കോർപ്പറേറ്റ് മാസ് ബൈയിങ്. അതായത് ഈ മരുന്നുണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ മേജറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബിഗ് കോർപ്പറേറ്റ് ജയൻസ്, സോ കോൾഡ് വാമ്പയേഴ്സ്, അതാണ് ഞാനീ പറഞ്ഞ ബ്ലാക്ക് റോക്ക്, ബ്ലാക്ക് സ്റ്റോൺ, KKR അഥവാ നമ്മുടെ കോൾബർഗ് ക്രാവിസ് റോബർട്ട്സ്, KKR, അതുപോലെ വാൻഗാർഡ്, ലാരി ഫിങ്സ്, ബ്ലാക്ക് റോക്ക്. ഈ സാധനങ്ങളൊക്കെ, ഈ വലിയ വലിയ ഫേംസ്, ഫസ്റ്റ് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഒരൊറ്റ കമ്പനിയും, ഞാനിപ്പം പറഞ്ഞിട്ടുള്ള XYZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കമ്പനിയും മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ല. അതായത് ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനീസ് അല്ല എന്ന് ചുരുക്കി പറയാം. ഇവരൊക്കെ അമേരിക്കയിലുള്ള വലിയ ജയൻറ്റ് കോർപ്പറേറ്റ് ഇക്വിറ്റി ഫേംസ് ആണ്. അല്ലെങ്കിൽ ചുരുക്കി പറയാമെന്ന് വെച്ചാൽ, അമേരിക്കയിലുള്ള അതിസമ്പന്നരായ ആൾക്കാർക്ക് അവരുടെ പൈസ കളക്ട് ചെയ്തിട്ട് അവരെ അസറ്റ് മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് ഞാനീ പറഞ്ഞ ടീംസൊക്കെ. റീസൺലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതിൻ്റെ കാരണം കൂടി പറയാം. അമേരിക്ക നശിച്ചു കഴിഞ്ഞു. അമേരിക്കയിലൊന്നും ഇവർക്കിനി ചെയ്യാനില്ല. അമേരിക്കയിൽ ഇവർ എല്ലാ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും അവിടെയും ഇവിടെയും ഒക്കെ കയറി നിറങ്ങി ഇവർ അമേരിക്കയിൽ ഇന്ന് ഒരാൾ തലവേദന വന്ന ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു പനി വന്ന ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പേടിക്കും. കാരണം എന്താ അറിയോ, ഒരു തലവേദനയ്ക്ക് ഇവർ CT സ്കാനൊക്കെല്ലാം ചെയ്തിട്ട് $10,000 ബില്ല് കൊടുക്കും. അപ്പോൾ ആ ബില്ല് എങ്ങനെയാണ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ, ഇൻഷുറൻസ് കമ്പനി 100% പേ ചെയ്യണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ലാപ്സ് ആവുമോ എന്തെങ്കിലും അപ്പുറം ഇപ്പുറം ആക്കി ചെയ്താൽ ഒരു പേയ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തും കൊടുക്കണം. അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ട് പൈസ കൂടുതലാക്കിയിട്ട് അവർ നെക്സ്റ്റ് ഇൻഷുറൻസ് പിടിക്കും. എങ്ങനെയായാലും നമ്മളെ കയ്യിലുള്ള പൈസ പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു വെർഷൻ ഇവർ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ, എസ്പെഷ്യലി ഇന്ത്യയിൽ മൊത്തമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ ഹോസ്പിറ്റൽസിനെ പറ്റിയിട്ട് ഒരു ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഏരിയകളിൽ ഏതൊക്കെ ഏരിയകളിലാണ് മാസ് പൊട്ടൻഷ്യൽ ഉള്ളത്, ആരൊക്കെയാണ് മെഡിക്കൽ രംഗത്ത് അതിഭീകരമായി സ്പെൻഡ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് NRIs കൂടുതലായിട്ട് ഉള്ള ഏരിയാസ്, ജില്ലകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഹാർട്ട് സർജറീസ് നടക്കുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് കൂടുതലായിട്ട് ഡയബറ്റിക് പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് മൈനർ സർജറീസ് റിലേറ്റഡ് ടു ഫുഡ്, ജങ്ക് ഫുഡ് റിലേറ്റഡ് സർജറീസ് ആയ അപ്പൻഡിക് സർജറീസ് അല്ലെങ്കിൽ കോളൻ സർജറീസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ് എന്നൊക്കെ പഠിച്ചിട്ട് ഇവർ ആ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുടെ അബവ് 50% നമുക്ക് പറയാം. ചില ഹോസ്പിറ്റലിൽ 70% എടുത്തിട്ടുണ്ട്, ചില ഹോസ്പിറ്റലിൽ 90% എടുത്തിട്ടുണ്ട്, ചില ഹോസ്പിറ്റലിൽ 10 to 20% എടുത്തിട്ടുണ്ട്. സ്റ്റേക്സ് ഇവർ ബൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഹോസ്പിറ്റൽ ഡയറക്റ്റ് വാങ്ങുന്നത്? ഇവർ ഈ ഇക്വിറ്റി ഫേംസ് തന്നെ ആദ്യം സോ ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ വരുന്നത് അങ്ങനെയാണ്. ഇവർ നേരെ വന്നിട്ട് ഹോസ്പിറ്റൽ മേടിച്ചില്ലാണ്ട് ഹോസ്പിറ്റലിൽ രോഗി വന്ന് അവരെ ബില്ലടിച്ച് അതിന് ലാഭം എടുത്തിട്ട് പോകാമെന്നല്ല. ഇവരൊരു സ്ഥലത്ത് വന്നിട്ട് 10 കോടി അല്ലെങ്കിൽ 100 കോടി ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി, 100 കോടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി 10,000 കോടിയാക്കി മാറ്റാനുള്ള പ്ലാൻ വരച്ചതിന് ശേഷമേ അവരിങ്ങോട്ട് വരത്തുള്ളൂ. അതാണ് ഇവരുടെ പ്രവർത്തന സ്വഭാവം. ഫസ്റ്റ് മനസ്സിലാക്കുക. അല്ലാതെ അവർ വന്നിട്ട് ഡയറക്റ്റ് നമ്മളെ തലച്ചോറ് എടുത്ത് കൊണ്ടുപോകുന്നു, കിഡ്നി എടുത്ത് കൊണ്ടുപോകുന്നു അല്ല ഉദ്ദേശിക്കുന്നത്. ഇവർ വരുന്നത് സോ കമ്പനീസ്, ഇക്വിറ്റി ഫേംസ്, മച്ച മലയാളത്തിൽ പറഞ്ഞ കൊള്ള പലിശക്കാർ ഇവിടെ വരുന്നത്. പല പാവങ്ങളും പറയുന്നത് കേട്ടു, കേരളം മെഡിക്കൽ ഹബ്ബാവാൻ പോവുകയാണ്, വേൾഡിൻ്റെ മെഡിക്കൽ ഹബ്ബാണ് കേരളം, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മസാജ് ചെയ്യാൻ പോവുകയാണ്, ഹരിതാപയും പച്ചപ്പും കണ്ടിട്ട് വരികയാണ്. ഒരു തേങ്ങാ കൊലയല്ല. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്, ഒരു തേങ്ങാ കൊലയല്ല. നിങ്ങളുടെ ഹരിതാപയും പച്ചപ്പൊക്കെ കണ്ടിട്ട് ഈ 200 കൊല്ലം മുമ്പേ 300 കൊല്ലം മുൻപേ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള എല്ലാം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞതാണ് ബ്രിട്ടീഷുകാർ. അതാദ്യം മനസ്സിലാക്കുക. കുരുമുളകും ഏലവും കാപ്പിയും അതുപോലുള്ള എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും കണ്ടിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാനായിട്ട് ഇവിടെ വന്ന് ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ അല്പം കുനിഞ്ഞു നിൽക്കൽ, ഭയഭക്തി, ബഹുമാനം കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇവിടെ കച്ചവടത്തിന് വന്ന അവർ 10 കൊല്ലം കച്ചവടം ചെയ്യാൻ വന്ന അവർ 150-200 കൊല്ലം ഭരിച്ചിട്ട് നശിപ്പിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ സാധനവും കട്ടുമുടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞതാണ്. അപ്പോൾ ആ ലൈന് വിട്ടേക്ക്. അത് നിങ്ങളുടെ ശുദ്ധ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ട് പറയുന്നതാണ്.
ഇവരിപ്പം പറഞ്ഞ കോർപ്പറേറ്റ് ജയൻസിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവരാദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്തിരിക്കുന്നത് മെയിൻ ഫാർമസ്യൂട്ടിക്കൽ പേറ്റൻസ് അവരുടെ കയ്യിലുണ്ട്. മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഈ കൊള്ളപ്പലിശക്കാർ ഒന്നും സ്വന്തമായിട്ട് തുടങ്ങില്ല. എവിടെയാണോ കൂടുതൽ വിൽക്കുന്ന കൂടുതൽ ലാഭമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. സോ ആൻഡ് സോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ, അല്ലെങ്കിൽ സോ ആൻഡ് സോ ഫാർമസ്യൂട്ടിക്കൽ ചെയിൻ ഓഫ് ലാബ്സിൽ, അതുപോലെ തന്നെ പിന്നെ ഈ നമ്മുടെ വട്ട് യു കോൾ ഇറ്റ്സ് ലബോറട്ടറി സെൻറ്റേഴ്സ്, അവിടെ എല്ലായിടത്തും അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ഒരു കഥയും കൂടിയുണ്ട്, ഇൻഷുറൻസ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, മേ ബി ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾക്ക് കാണാം, പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ വർഷമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസർമാരും കോപ്പന്മാരൊക്കെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. വാട്ട് യു കോൾ നമ്മുടെ ഇൻഷുറൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2-3 ആൾ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവർ പറയുന്നത്, നിങ്ങൾ പ്രവാസിയാണോ, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കിടപ്പിലാകുമെന്ന് പേടിയുണ്ടോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് policybazaar.com സന്ദർശിക്കൂ, ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ കുടച്ചക്രത്തിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുമുള്ള കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തു, 2 കോടി വരെയുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഞാൻ തരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്ലാ ക്ലീശകളിൽ കൂടി ഇൻഷുറൻസ് വിൽക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട്. ഇതാണ് ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത ഈ കുത്തകളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അഡ്വർടൈസിങ് ദെയർ ബിസിനസ്. ഈ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഡിസാസ്റ്റർ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് അവർ നമുക്ക് ഇൻഷുറൻസ് വെക്കും. ഇതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഫസ്റ്റ് അവർ നമുക്ക് ഇൻഷുറൻസ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ വരികയോ ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇനി പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ, ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവരായിക്കോളും. നോ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് സേഫായി എന്ന് വിചാരിച്ചൊരു മൂലക്കിരിക്കുമ്പോൾ ഇതേ ഇൻഷുറൻസ് എടുപ്പിച്ച കമ്പനികൾ തന്നെയാണ് ഇപ്പോൾ ഹോസ്പിറ്റൽസിലും മേജർ ഷെയർ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ പാവപ്പെട്ട നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ഇന്ന സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ കൊടുത്ത് ഇവർ പഠിക്കും, മൊത്തമായിട്ട് നിങ്ങളെ പറ്റി പഠിക്കും, എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കും. എന്നിട്ട് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന്, അവർ ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആക്കി തരും. നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഇൻഷുറൻസിൽ ഭീമമായ ഇൻക്രീസ് ഉണ്ടാവും, ഹൈക്ക് ഉണ്ടായിട്ടാണ് ഇൻഷുറൻസ് തരാൻ പോകുന്നത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇൻഷുറൻസിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. ലൈക്ക് സോ ആൻഡ് സോ നോട്ട് കവേർഡ്, സോ ആൻഡ് സോ നോട്ട് കവേർഡ്, സോ ആൻഡ് സോ നോട്ട് കവേർഡ്. ഈ നോട്ട് കവേർഡ് ഐറ്റംസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മെഡിക്കൽ ഓഫീസർ ഫോഴ്സ്ഡ് ആവും. അത് മാനേജ്മെൻറ്റ് ഡിസിഷനാണ്. ഇത് കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൊച്ചിയിലെ തിരുവനന്തപുരത്തൊന്നും ഓർക്കുന്നില്ല, IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞത് വി ആർ അഫ്രൈഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞങ്ങൾ പേടിക്കുകയാണ്. ഈ മെഡിക്കൽ കുത്തകൾ വന്നിട്ട് 1-2 ഷെയർ മേടിക്കുന്നത് നമുക്ക് പേടിയില്ല, പക്ഷേ ഇവർ ബൾക്കായി വന്നിട്ട് എല്ലാ ഹോസ്പിറ്റൽസും മാസ് ബൈയിങ് നടത്തുമ്പോൾ ഞങ്ങൾ പേടിക്കുകയാണ്. അതായത് അവർ പറഞ്ഞ 2 കാര്യങ്ങൾ അവർ പറഞ്ഞത്. ഒന്ന്, 10,000 രൂപക്കോ 25,000 രൂപക്കോ ചെയ്യേണ്ട സർജറി നിങ്ങൾക്ക് അതിൻ്റെ 100-200 ഇരട്ടി പൈസ കൊടുത്ത് സർജറി ചെയ്യേണ്ടി വരുമെന്നും. 2, മെഡിക്കൽ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ അവരും ഫോഴ്സ്ഡ് ആവും. ഈ കാര്യമാണ് അവരുടെ ഒരു പേടി അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ കോർപ്പറേറ്റ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ്സിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതിന് ഈ ഒരു കോർപ്പറേറ്റ്സിൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ്സിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഹോസ്പിറ്റൽ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചെറിയൊരു മലബാറിലെ കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കോർപ്പറേഷനിൽ നടന്ന കാര്യങ്ങൾ പറയാം. അവിടെ മെയിനായിട്ടുള്ള 3-4 ഹോസ്പിറ്റലുകൾ. ഈ ഹോസ്പിറ്റൽ ഓണേഴ്സ് നമ്മൾ ഫിഷ് മാർക്കറ്റ് വെച്ചിട്ട് അയില, മത്തി, അയക്കൂറ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന പോലെ ഓരോ ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചുകളും 1,500 കോടി. സോ ആൻഡ് സോ ഹോസ്പിറ്റൽ, വേറൊരു ഹോസ്പിറ്റൽ 2,000 കോടി, വേറൊരു ഹോസ്പിറ്റൽ 3,000 കോടി. അപ്പോൾ ഈ പറഞ്ഞിട്ട് നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് റോഡ് മേൽ ഇരുന്ന് ഏതെടുത്താലും 10, ഏതെടുത്താലും 20 എന്ന് പറയുന്നത് പോലെ ഹോസ്പിറ്റലുകൾ വിൽക്കാനുള്ള ഈ ഒരു അധാർമികത ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ സോ കോൾഡ് ഗവൺമെൻറ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇവരുടെ മേൽ ഈ ഒരു കൺട്രോളും ഇല്ലേ? ശരിയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവർ പൈസ കൊടുത്ത് മേടിച്ച സ്ഥലത്താണ് എടുത്തിട്ടുള്ളത്, എല്ലാം ശരിയാണ്. ദേ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഓഫ് മണി, എല്ലാം ശരിയാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ബിസിനസ് അല്ലല്ലോ, മെഡിക്കൽ ഫീൽഡിൽ ഒരു സേവനം കൂടിയല്ലേ.
ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലല്ലേ? നമ്മുടെ നിയമ സംവിധാനത്തിൽ പറയുന്നതല്ലേ, പിന്നെ റൈറ്റ് ടു ലിവ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് മാരേജ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഫ്രീഡം ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം ഏതൊരു പൗരൻ്റെയും, അത് പാവപ്പെട്ടവനായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി, ആരെയായാലും ശരി, അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലേ എല്ലാവർക്കും? അപ്പം ഈ ഒരു ഇതിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ബോഡി സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ആൾക്ക് ഇങ്ങനെ സോ കോൾഡ് ഓണേഴ്സിന് നെയ്യപ്പം വിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന പോലെയോ ഇത് വിറ്റ് തീർക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ധാർമ്മിക റൈറ്റ് എവിടുന്ന് കിട്ടി? ഇനി ധാർമ്മികത എല്ലാം നിൽക്കട്ടെ, ടെക്നിക്കലായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ സബ്സിഡി കൊടുത്തിട്ടുണ്ടാവും? അവിടെയുള്ള ഇലക്ട്രിക്കൽ സാധനത്തിനായാലും, അവിടെയുള്ള വാട്ടർ സപ്ലൈക്കായാലും, അവിടെയുള്ള ബിൽഡിങ്ങിനായാലും, അവിടെയുള്ള പെർമിറ്റിനായാലും, അവിടെയുള്ള സോക്കോൾ ടാക്സിനായാലും ഒക്കെ ഗവൺമെൻറ് ഒരുപാട് സബ്സിഡിയും തേങ്ങാച്ചക്രമൊക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇവരെ ഇവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടാകാൻ, സോ ആൻഡ് സോ ഹോസ്പിറ്റലിനെ ആയാലും എന്തിനായാലും. അപ്പോൾ അത് പെട്ടെന്ന് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ വന്നിട്ടുള്ള വലിയ കുത്തകകൾ വന്നിട്ട് 2000 കോടി 3000 കോടി 4000 കോടി എന്ന് പറയുമ്പം വിൽക്കാൻ എന്നെപ്പോലെയുള്ള നീചന്മാരായിട്ടുള്ള ഹോസ്പിറ്റൽ ഓണേഴ്സിന് എങ്ങനെ പറ്റുന്നു? അവർ ഗവൺമെൻറ്റുമായിട്ട് 1 or 2 റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് നടത്തണ്ടേ? അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെയും വൺ ഓഫ് ദ പാർട്ടി ആക്കിയിട്ട് വെക്കണ്ടേ നിങ്ങളുടെ അഗ്രിമെൻറ്റ്സ്? തോന്നുന്ന പോലെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സഫറിങ്സ് അനുഭവിക്കേണ്ട ആ ജനങ്ങളല്ല, ആ ഏരിയയിൽ ആ ഏരിയ എന്നല്ല, ആ നാട്ടിലുള്ള മൊത്തം ജനങ്ങളല്ലേ അനുഭവിക്കേണ്ടത്. സോ വാട്ട് ഈസ് എ ഗവൺമെൻറ്റ്സ് റോൾ ഇൻ ഇറ്റ്? അവിടെയാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഗവൺമെൻറ് ഓൾസോ ഫണ്ടഡ് ആണോ? ഈ കോർപ്പറേറ്റ്സ് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഡിസ്കഷൻ ഗവൺമെൻറ്റുമായിട്ട് നടത്തിയിട്ട് ഫണ്ടിങ് കഴിഞ്ഞതിന് ശേഷമാണോ ഈ ഹോസ്പിറ്റൽ ഇൻടേക്ക് നടക്കുന്നത്? ആണോ? വാട്ട് എവർ, അതും കഴിഞ്ഞു. ഇനി നമുക്കിതിന് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ തരേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സെക്ടർ ഡേ ബൈ ഡേ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയും പ്രൈവറ്റ് സെക്ടർ ഡേ ബൈ ഡേ വെരി വെൽ ഇൻഫ്രാസ്ട്രക്ചേർഡ് വിത്ത് വെരി ലക്ഷൂറിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വിത്ത് റോബോട്ടിക് സർജറി അടക്കമുള്ള സാധനങ്ങൾ പല രാജ്യങ്ങളിലും കൊണ്ടുവന്ന് ഇത്രയും വലിയ ഫെസിലിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് തന്നെ ഇടപെട്ടുകൊണ്ട് നാട്ടിലുള്ള എല്ലാവർക്കും എങ്ങനെ റേഷൻ കാർഡ് കൊടുക്കുന്നത് പോലെ, ഇപ്പോൾ റീസെൻ്റായിട്ട് നേറ്റിവിറ്റി കാർഡ് കൊടുത്തതുപോലെ, ആധാർ കാർഡ് കൊടുത്തതുപോലെ, അല്ലെങ്കിൽ മറ്റുള്ള കാർഡുകൾ കൊടുക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഇറക്കുകയും അത് ആയി ബന്ധപ്പെട്ട ഒരു ജനിച്ച കുട്ടിക്ക് ഫസ്റ്റിനൊരു മെഡിക്കൽ കാർഡ് എടുക്കുകയും അത് ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്യുകയോ കാര്യങ്ങൾ എന്താ വേണ്ട ചെയ്തോട്ടെ. പക്ഷേ ടിൽ ദ ഡെത്ത് ഓൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇൻക്ലൂസീവ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ബാധ്യത ഇല്ലെന്നല്ല, ബാധ്യതയുണ്ട്. ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ദ കറക്റ്റ് ഓർ ദ ഒപ്റ്റിമം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതാണ് കറക്റ്റ് വേർഡ്. ഒപ്റ്റിമം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അതായത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് മാത്രമാണ് ഈ പിന്നെ ചില സർജറീസും കാര്യങ്ങളും ലിമിറ്റഡ് ആണെങ്കിൽ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ സൂചി കൊണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് സൂചി കൊണ്ട് എടുത്തിട്ട് മലയേണ്ട ഒരു ചെറിയൊരു മുള്ളാണ്, അതിനെ റോബോട്ടിക് അഡ്വാൻസ് ടെക്നോളജിക്കൽ മെഷീൻ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കൈ മൊത്തം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സൂചി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അത് മൂടിയിട്ട് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഈ സർജറിക്ക് 55 ലക്ഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ തോന്നിവാസനയൊന്നും നടക്കാനില്ല. ഇതാണ് നടക്കാൻ പോകുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിനെ തടയിടേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ്. സോ ഐ ഹംബ്ലി റിക്വസ്റ്റ് ടു ഓൾ ദ ഗവൺമെൻറ് ബോഡീസ്, അതായത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങൾക്കും, അത് ഇന്ത്യൻ ഗവൺമെൻറ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, ഇനി എല്ലാ ഓരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, വാട്ട്സോ എവർ ഐ പ്ലീഡ് ടു ദ സ്റ്റേറ്റ്, the medical insurance is a compulsory for a newborn to the so-called seniorly aged citizens. എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ സോ കോൾഡ് മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇക്വിറ്റി ഫേംസിൻ്റെ എന്തിനാണോ ലാഭം കൊതിച്ച് അവർ വന്നത് അതൊന്നും നടക്കാതെ ഏറ്റവും ലോ ലെവലായിട്ട് ഗവൺമെൻറ് അവരോട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് മാസ് ഇൻഷുറൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ പേര് കടം വന്നാൽ പോലും ജനങ്ങൾക്കൊരു കോപ്പുമില്ല. കാരണം സോ കോൾഡ് ജനങ്ങളുടെ
ടാക്സിൽ നിന്നും നികുതിയിൽ നിന്നും മറ്റേ ഫണ്ടിൽ നിന്നും ഈ ഫണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിലുള്ള ഗവൺമെൻറ് ഡോക്ടേഴ്സിനും ഗവൺമെൻറ് ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും ഓരോ പഞ്ചായത്തിലുമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഹെൽത്ത് സെൻറ്റേഴ്സും നടത്തുന്നത് ഫ്രീ അല്ലല്ലോ. അവർക്കൊക്കെ പെയ്ഡാണ്. എല്ലാം അടച്ചു പൂട്ടിക്കും. എന്നിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ചിലവ് എന്നുള്ള ഫണ്ട് എടുത്തിട്ട് ഈ പറഞ്ഞ സോ കോൾഡ് ആയിട്ടുള്ള ന്യൂ ഇൻഷുറൻസ് സ്കീം സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെൻറ് സെക്ടറിലേക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കുക. നടത്തിയിട്ടില്ലേ? 1957 ഫസ്റ്റത്തെ EMS മന്ത്രിസഭ വന്നപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ ഭൂപരിഷ്കരണ നിയമം ഉണ്ടായിട്ടില്ലേ? വലിയ ജന്മിമാർ ഒരുപാട് ഭൂമികൾ പിടിച്ചു വെച്ചപ്പോൾ ജനങ്ങൾ തന്നെ ഇറങ്ങി അടിച്ചിട്ടാണ് തുടങ്ങിയത്. ജനങ്ങൾ പിടിച്ചിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അത് ചെയ്യാൻ നിർബന്ധിതരാകും ഭാവിയിൽ. കാരണം അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ എല്ലാ പ്രൈവറ്റ് ഫേംസിനെയും ഒന്നിക്കൽ വാർ ഫുട്ടേജ് യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാം ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുക. അതല്ലേ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പവർ കാണിക്കേണ്ടത് സമരം ചെയ്യുന്ന ജനങ്ങളുടെ മേലിൽ വെള്ളപ്പീരങ്കി അടിച്ചിട്ട് ജനങ്ങളെ കൊന്നിട്ടില്ലല്ലോ. ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സിറ്റിസൺഷിപ്പ്. ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവരുടെ മേലുള്ള എല്ലാ ബാധ്യതകളും കടമകളും നിർവഹിക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. So that's all from this video. We'll see you later in the next video. Bye guys.